എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് അത്ത ഹെറിറ്റേജ് വില്ലേജിലാണ്. അത്തയിൽ നമ്മൾ ഇന്നലെ നൈറ്റ് എത്തിയതാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് എത്തി ക്യാമ്പിങ് ചെയ്ത് ഇന്ന് രാവിലെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നൈറ്റൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഡേയിൽ ഇപ്പം നല്ല ചൂട് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഫാമിലേക്ക് അങ്ങനെ ഇറങ്ങാമെന്ന് വെച്ച് കുറച്ച് ഗ്രീനറി ഉള്ള സ്ഥലത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുമ്പോൾ പഴയകാല ഇവരുടെ കൾച്ചറും കാര്യങ്ങളും അതൊക്കെ ഡിസ്പ്ലേയും എന്തൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ട് അവിടെ. ഇവരെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവർ പണ്ട് കാലങ്ങളിൽ എങ്ങനെ ജീവിച്ചിരുന്ന പാത്രങ്ങൾ, ഉപയോഗിച്ച പാത്രങ്ങൾ, ഉപയോഗിച്ച ആയുധങ്ങൾ, അങ്ങനെ എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്കതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും ഇവരുടെ. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഹട്ട ഹട്ട പിന്നെ ഒരു വാച്ച് ടവർ പോലെ ഇതിൻ്റെ മുകളിലായിട്ട് വാച്ച് ടവർ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ അവസാനം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ അടുക്കുന്ന എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അതൊരു ഫാമിലേക്കുള്ള എൻട്രിയാണ്. നമുക്കിതുവഴി ബാക്ക് സൈഡിലുള്ള ഫാമിലേക്ക് കടക്കാൻ പറ്റും. ചില സമയത്ത് ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിക്കും. ഇന്നിപ്പം തുറന്നിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ മുന്നേ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ മതിൽക്കെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാ സ്ഥലത്ത് ഇപ്പോൾ ഇത് എന്തോ ഒരു പാർട്ടീഷൻ ചെയ്ത പോലെ ഉണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. മുന്നേ ഇങ്ങനെ വേലിയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചുകൂടി അവർ പാർട്ടീഷൻ ചെയ്തിട്ട് ലോക്കലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ, വാഴകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത്ത. നമ്മളൊരു ഇപ്പം 3 പ്രാവശ്യം ഓൾറെഡി വന്നു. 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് നമുക്കിങ്ങനെ മടുപ്പില്ല. നമുക്ക് ഈ ചൂടിന് നമുക്ക് ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ തണലും തണുപ്പും എല്ലാം കൂടി നമുക്കിതാണ് ഇഷ്ടം കേട്ടോ. നമ്മളെപ്പോഴും ലീവ് കിട്ടുമ്പോഴും നമ്മൾ ദുബായിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഉൾനാട്ടിലേക്കാണ് പോവാറ്. അത്ത, അതുപോലെ റാസൽ ഖൈമയിലെ അതേപോലെ ഫാമുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോവാറ് കേട്ടോ. നമ്മൾക്ക് ഈ ഷോപ്പിംഗ് മാള് അങ്ങനെയൊക്കെ കറങ്ങുന്നതിന് ക്രൗഡായിട്ടിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ പോകുന്നതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെയുള്ള വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ ഫാമിലേക്ക് വരുന്നത്. മുന്നേ വന്നപ്പോൾ നമുക്ക് ഈത്തപ്പഴവും പിന്നെ കറിവേപ്പില അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. എപ്പോഴും ആൾക്കാരുണ്ടാവും ഇവിടെ. അപ്പോൾ ഈ നമ്മളിപ്പോൾ നടന്ന് പോകുന്നത് ഇപ്പോൾ വെള്ളം പോകാനുള്ള ചാലുകളാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ നിറയെ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളാട്ടോ, ഈന്തപ്പനകൾ കാണും. പിന്നെ ആ കാണുന്നത് കണ്ടോ, നമ്മളെ ഉറുമാമ്പഴത്തിൻ്റെ അതായത് മാതളം എന്നൊക്കെ പറയുന്നില്ലേ ചില സ്ഥലത്ത്. നമ്മൾ കണ്ണൂർ ഉറുമാമ്പഴം എന്നാണ് പറയുക, മാതളം പറയും ചില സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ മരമാണത്. അത് കാഴ്ച എടുക്കുന്നുണ്ട്. ചാരോട്ടിന് രാവിലെ തന്നെ നടന്ന് കുറച്ച് ക്ഷീണം പിടിച്ചിട്ടോ. ഇപ്പം ഇവർ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് ചാലിലൂടെ വെള്ളം വിടുന്നില്ല. ചില സമയങ്ങൾ വൈകുന്നേരങ്ങളിലായിട്ടാണ് വിടുന്നത്. അപ്പോൾ അവർ ഡൈവേർട്ട് ചെയ്തിട്ട് വെള്ളം വിടും. അപ്പോൾ എല്ലാ സ്ഥലത്തും വെള്ളമെത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ചെറുനാരങ്ങ. അതുപോലെ ഇവിടെ വാഴകൾ, നിറയെ വാഴകളുണ്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ
നല്ല രീതിയിൽ ടയേർഡാവും. അതുകൊണ്ടാണ് നമ്മൾ ചാരുട്ടിനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ഫാമിലേക്ക് ഇറങ്ങിയത്. ഫാമല്ല, ഹെറിറ്റേജ് വില്ലേജ് അവിടെയും കാണാനുണ്ട്. അപ്പോൾ ഹെറിറ്റേജ് വില്ലേജ് വരുന്നവർക്ക് ഈ ഒരു ഫാമിൽ വിസിറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ കസിൻ്റെ വൈഫിന് അങ്ങ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. ഫോട്ടോ ശരിയില്ല എന്ന് പറയുന്നത്, വീണ്ടും ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ ചാരൂട്ടിന് നമ്മളെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് മടങ്ങുന്ന വഴിക്കാണ് ചെറിയൊരു വെള്ളം ഒഴുകുന്ന ചാല് കണ്ട്. ചാല് കണ്ടപ്പോൾ ചാടിക്കിടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചാരൂട്ടൻ. ചാരൂട്ടൻ്റെ കൈയൊക്കെ പിടിച്ച് ചാടിക്കിടന്നു. പിന്നെയും വിടുന്നില്ല. അങ്ങോട്ടും ചാടണം ഇങ്ങോട്ടും ചാടണം ചാരൂട്ടന്. വീണ്ടും തിരിച്ച്. അങ്ങനെ ചാരൂട്ടനിത് വീണ്ടും ഒരു ഗെയിമാക്കി ഇരിക്കുക. തിരിച്ച് അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു. അങ്ങനെ ചാടി ലാസ്റ്റ് ചാരൂട്ടന് തിരിച്ചു കൊണ്ടുപോകാൻ വലിയ പാടായിപ്പോയി. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ബാക്കിൽ നിന്ന് അവർ ഫോട്ടോ എടുപ്പാണ് കേട്ടോ. അവരുടെ ഫോട്ടോ എടുപ്പ് ഇതുവരെ കഴിഞ്ഞില്ല. അങ്ങനെ ഞാനും ചാരൂട്ടിന് ഫ്രണ്ടിൽ നടന്ന് നമ്മൾ ഇതിന് തൊട്ട് മുട്ടിയിട്ടൊരു ഗേറ്റ് കൂടിയുണ്ട്. അതുവഴി നമ്മൾ അടുത്ത ഫാമിലേക്ക് പോകേണ്ട പരിപാടി കേട്ടോ. വീണ്ടും ഇന്ന് തിരക്കില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. തിരക്കുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ആൾക്കാരായിരിക്കും. പിന്നെ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ തൊട്ടടുത്തൊരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആയത് കാരണമാണ് ഞങ്ങൾ അകത്ത് കിടക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഹെറിറ്റേജ് വില്ലേജിൽ നിന്ന് വരുന്ന വെള്ളം അത് അവിടെ നിന്നും പമ്പ് ചെയ്തിട്ട് ഇതുവഴി ഇവിടെ ഫാമിലെ കൂടെ ഒഴുക്കി വിടുന്നുണ്ട് കേട്ടോ ഇവർ. ഇതിലൊക്കെ ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇതിലൊക്കെ ചെറിയ ചെറിയ നമ്മുടെ കണ്ണിമീനുകളില്ലേ, നമ്മുടെ തോട്ടിലൊക്കെ കാണുന്ന നാട്ടിൽ, ആ മീനുകളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ചാരൂട്ടിന് ചെറിയ രീതിയിൽ പേടിയാണ് കേട്ടോ അത് കിടക്കാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡിൽ വെള്ളം. അപ്പോൾ എങ്ങനെയൊക്കെയോ ചാരൂട്ടൻ പേടിയില്ലാതെ കടന്നു. ഇപ്പം നിങ്ങൾക്ക് മീനെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, വെയിൽ കാരണം. ചെറിയൊരു മീനുകളുണ്ട്. ഇതൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മീൻ തന്നെ, തോടുകളിലുണ്ടാകുന്ന മീൻ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ. ഒത്തിരി കുറേ മീനുണ്ട്. അങ്ങനെ മീനുകളൊക്കെ കാണിച്ചു കൊടുത്ത് ചാരൂട്ടൻ്റെ കൈയും പിടിച്ച് അടുത്ത ഡെസ്റ്റിനേഷൻ പോകാനുള്ള പരിപാടിയാണ്. ചാരൂട്ടിന് ഇതൊക്കെ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്, തോടും വെള്ളമൊക്കെ ചാരൂട്ടൻ കണ്ടിട്ടുണ്ട്. നമ്മളെത്ര തോടും വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദുബായിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായി ഇതിനൊക്കെ കേട്ടോ. ഇവിടെ അതൊക്കെ ഉണ്ടോ, മീനൊക്കെ ഉണ്ടോ നിങ്ങൾ? കുറേ മീനുകളുണ്ട് ഇവിടെ. ചാരൂട്ടൻ മീന് ചെറിയ കല്ല് എടുത്തിട്ട് എറിയല പരിപാടി. ചാരുവിന് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോൾ. വീണ്ടും നമ്മൾ അടുത്ത ഫാമിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ യാത്ര ഓടുന്നു. ആ സമയത്തും അവിടെ ഫോട്ടോ എടുക്കലാണ് കേട്ടോ. ഫോട്ടോ എടുപ്പ് തീർന്നിട്ടില്ല. ചാരൂട്ടിന് വെള്ളം കണ്ടതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ വന്നു. പിന്നെ അവിടുന്ന് ചാരൂട്ടിനെ എഴുന്നേൽപ്പിക്കാൻ വലിയ പാടായി. മീനും തവളയൊക്കെ ഉണ്ടായിരുന്നു. തവളയും മീനൊക്കെ കണ്ടപ്പോൾ അതിനെ കല്ലെടുത്തിടുക പരിപാടി. ഈ കാണുന്നുണ്ടോ, ഇവർ ഇതേപോലെ കോൺക്രീറ്റ് ചാലുകൾ ഈ ഫാം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുക. എന്ന് വെച്ചാൽ വെള്ളം ഇവർക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ നല്ല എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിത് കണ്ടോ, നമ്മുടെ നാട്ടിലെ തോടൊഴുകുന്ന പോലെ തന്നെ വെള്ളം ഈ കോൺക്രീറ്റ് ചാലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് എത്രയോ കിലോമീറ്ററുകളോളം ഈ വെള്ളം ഇവർ വിടുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ വെള്ളം ഒഴുകും. ഇത് മുന്നേ വരുമ്പോഴൊക്കെ ഇതൊക്കെ ഒറ്റൊരു ഫാമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിപ്പം മതിൽക്കെട്ടുകൾ ഉണ്ട്, കുറേ മതിൽക്കെട്ടുകളുണ്ട്. എല്ലാം പാർട്ടീഷൻ കഴിഞ്ഞ പോലെ ആക്കിയിട്ടുണ്ട്. വെള്ളം അതേപോലെ ചില സമയത്ത് ഈവനിങ്ങിൽ കൂടുതലും വെള്ളം തുറന്നു വിടുന്നവർ. നമ്മളിത് എവിടം വരെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. നമ്മൾ ഈ സൈഡിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, ഈ ഫാമിൻ്റെ ഈ സൈഡിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചാരൂട്ടൻ്റെ കൈ പിടിച്ച് ഒരു സൈഡിൽ ഞാനും ഒരു സൈഡിൽ ചാരൂട്ടനും നടക്കുക. അപ്പോൾ കുറേ ദൂരമുണ്ട് കേട്ടോ. ഇത് ഈ വെള്ളം ഒഴുകുന്നത് കുറേ ദൂരത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇത് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും
നിറയെ ഈത്തപ്പഴ ഫാമാണ് കേട്ടോ. സീസണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫ്രഷ് ഈത്തപ്പഴമൊക്കെ തരും അവർ. വന്നു കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കാണുന്നത് ബദാമിൻ്റെ മരമാണ്. ബദാം മരം അത് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടോ. ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് മെച്ചപ്പെടുത്താം നമുക്ക് കേട്ടോ. ഇത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഇതിൽ ഒന്നും ഓഡിയോ കയറ്റിയില്ലായിരുന്നു. പിന്നീട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കേൾക്കുമ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയാം. നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഇത് കണ്ടോ, വെള്ളം നമ്മൾ ഒത്തിരി ദൂരം മുന്നോട്ട് വന്നു കേട്ടോ. എന്നിട്ടും ഈ വെള്ളം ഒഴുകുന്നതൊന്നും നിന്നിട്ടില്ല. ഇത് കണ്ടിന്യൂസ് ആയി ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും വലിയൊരു ഈത്തപ്പഴ ഫാമാണ്. അവിടെയുണ്ട്, ഏക്കർ കണക്കിനുണ്ട് കേട്ടോ ഈ ഫാം. നമുക്കിതിൻ്റെ ഒരു എൻഡിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല. ഇത്രയും ദൂരം നടന്നിട്ട് പിന്നെ തിരിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് വാഴക്കൂട്ടങ്ങളുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ദുബായിലെ വാഴക്കോല. നമ്മൾ നാട് പോലെ തന്നെ തോന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ? നല്ല കൊലകൾ, വാഴക്കൊലകൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ഏരിയയിൽ കുറച്ച് വാഴയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കും പോകുന്നുണ്ട് വെള്ളം, റൈറ്റിലേക്കും പോകുന്നുണ്ട്. ഏറെ ആകർഷിച്ച ഒന്നെന്ന് വെച്ചാൽ ഈ കാണുന്ന പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത് മലകളാണ്. അപ്പോൾ മലകളും ഇതേപോലെ ഫാമുകളും എല്ലാം ചേർന്നിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഹത്ത. നമുക്കെല്ലാം ആസ്വദിക്കാൻ പറ്റും. വാഴകളൊക്കെ കണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ വാഴത്തോട്ടങ്ങളെ പോലെ തന്നെ. ഇതൊക്കെ കണ്ടപ്പോൾ ചാരോട്ടിന് വെള്ളത്തിലിറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ ചാരോട്ടിന് നമ്മൾ ഷൂ ഒക്കെ അഴിപ്പിച്ച് വെള്ളത്തിലിറക്കി. ചാരോട്ടിനെ കുറച്ച് സമയം അവിടെ ഇരുത്തി കാലൊക്കെ ഇട്ടടിക്കാൻ തുടങ്ങി വെള്ളത്തിൽ. ചാരോട്ടിന് ഭയങ്കര സന്തോഷമായി. ഇതേപോലെ നാട്ടിൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടല്ലോ. നാട്ടിൽ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് തോടും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റി. പക്ഷേ ചാരോട്ടനൊക്കെ ജനിച്ച് 1 വയസ്സായപ്പോൾ ദുബായിൽ വന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. ഇത് കണ്ടോ നിങ്ങൾ, വാഴ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ കേട്ടോ. ഇതൊക്കെ ഈ വാഴത്തോട്ടങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഇത് നീ നാട്ടിൽ വന്നോ? പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയ പോലെ തന്നെ ഒരു ഫീലാണ്. പിന്നെ വരമ്പിലൂടെ നടത്തിക്കാൻ വേണ്ടിയിട്ട് ചാരോട്ടിനെ നടത്തിക്കണം എന്നൊരാഗ്രഹം. ചാരോട്ടിനും ആഗ്രഹമുണ്ട് വെള്ളത്തിലൂടെ നടക്കണമെന്ന്. അങ്ങനെ ചാരോട്ടിനെ വെള്ളത്തിലിറക്കി കേട്ടോ. വെള്ളത്തിലിറക്കി ആ ചാലിലൂടെ നടക്കാൻ പറഞ്ഞു. ചാരോട്ടിന് ആദ്യമൊക്കെ പേടിയായിരുന്നു. ഈ വെള്ളത്തിൻ്റെ അടിയിൽ ചെറിയ ചെറിയ പുല്ലുകളുണ്ടല്ലോ, അത് കാലിന് മുട്ടുമ്പോൾ ചാരോട്ടിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ശരിയായി. അങ്ങനെ ചാരോട്ടിൻ്റെ കൈയും പിടിച്ച് വരമ്പത്തൂടെ. ഇതൊക്കെ ഒരു പ്രത്യേക ഫീൽ കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ആസ്വദിക്കണം നമ്മൾ. ചാരു ഈ തോടും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഓരോ പ്രായത്തിൽ അവർ ചെയ്യേണ്ട, ആസ്വദിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ പറ്റുമെങ്കിൽ ചെയ്യണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ചാരുവിൻ്റെ ഒരു ബോൾ ഉണ്ടായിരുന്നു, അത് ഒഴുകിപ്പോയപ്പോൾ ഉള്ള പ്രശ്നമാണ് കാണുന്നത്. അങ്ങനെ നമ്മളവിടെയൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് സമയം നടന്ന് കളിച്ച്. ഇപ്പോൾ ഉച്ച ആയത് കൊണ്ടാണ് കേട്ടോ ഫാമിലൊന്നും ആരും കാണാനില്ലാത്ത. അല്ലെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ പണിയെല്ലാം എടുക്കുന്നത് കാണാൻ പറ്റും. അവരോട് ചോദിച്ച് തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും, എന്തൊക്കെയുണ്ട്. ഇപ്പോൾ ആരുമില്ല ഇവിടെ, അതുകൊണ്ട് നമുക്ക് ഇത് എവിടെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ കൂടുതൽ നടക്കാൻ നിന്നില്ല. നമ്മൾ ഈ വെള്ളം കണ്ട സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ചാരോട്ടിൻ്റെ കൂടെ നയനയും ഷൂ ഒക്കെ അഴിച്ചു വെച്ച് ഇറങ്ങി വെള്ളത്തിൽ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ. ഞാൻ ഇവരൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. അങ്ങനെ ആ വെള്ളം ശരിക്കും നമ്മളെ വരമ്പത്തൂടെ നടക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ഒരു വരമ്പും ഓരോരു നമ്മുടെ നാട്ടിലൊക്കെ കണ്ടം എന്നാ പറയാം, വയൽ.
അപ്പോൾ ആ വയലിൽ ഓരോരോ പാർട്ടാക്കിയിട്ട് ഉണ്ട് ഇവർ കൃഷി ചെയ്യുന്നത്. ആ ഓരോരോ കണ്ടത്തിലേക്ക് വെള്ളം കയറ്റി വിടും, ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട്. അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടിട്ട് കുറേ പേര് ഇങ്ങോട്ട് വന്നു കേട്ടോ. ദൂരേന്ന് കണ്ടതാ. അപ്പോൾ അവരും കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു. അവരും അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇത് കണ്ടോ വാഴക്കൊലകൾ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളോട്ട് പോകാൻ നിന്നില്ല. ഈ കാണുന്നതൊക്കെ അവിടുത്തെ പ്രൈവറ്റ് ഫാമുകളാണ്. ഇവിടത്തേക്ക് അങ്ങനെ പബ്ലിക്കിന് ഫ്രീ എൻട്രി എന്നൊന്നും പറഞ്ഞിട്ട് വെച്ചിട്ടില്ല. പക്ഷേങ്കിൽ അവർ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എൻട്രി ചെയ്യാം. പക്ഷെ നമ്മളൊന്നും നശിപ്പിക്കാനോ നമ്മൾ അല്ലെങ്കിൽ ഒന്നും കേടുവരുത്താനോ ഒന്നും പാടില്ല. നമ്മൾ വേസ്റ്റ് ഇടാനോ ഫുഡിൻ്റെ വേസ്റ്റ് ഇടാനോ ഒന്നും പാടത്തില്ല ഇവിടെ. നമ്മൾക്ക് കിട്ടിയ അവസരം നമ്മൾ നല്ലതുപോലെ ഉപയോഗിക്കുക, നമ്മൾ അവരെ ദ്രോഹിക്കാതിരിക്കുക. നമ്മൾ കൂടുതലും ഈ ഏപ്രിൽ മാസങ്ങൾ ആണ് നാട്ടിൽ പോവാറ്. അപ്പോൾ നമ്മൾ നാട്ടുമ്പുറത്തെ തോടുകളൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഒട്ടുമിക്കതും വറ്റി വരണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ പോയപ്പോഴൊക്കെ തോടൊക്കെ വറ്റി വരണ്ട് വെള്ളമൊന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ചാരുകൂട്ടന് തോട്ടിൽ കളിക്കാനുള്ള അവസരം ചെറുതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഓർമ്മ വെച്ച നാൾ മുതൽ അങ്ങനെ തോട്ടിലൊന്നും കളിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ചാരുകൂട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ചാരുകൂട്ടനാണെങ്കിൽ തിരിച്ചു വരാൻ തയ്യാറാവുന്നില്ല. ചാരുകൂട്ടന് വെള്ളത്തിൽ കളിക്കണം കുറേ സമയം. ഞങ്ങൾ പലപ്പോഴും ലീവ് കിട്ടുമ്പോൾ ഇതേപോലുള്ള സ്ഥലങ്ങളിലാണ് ദുബായിൽ പോവാറ് കേട്ടോ. ഈ കൂടുതൽ ലീവ് ആകുന്ന സമയത്ത് എന്താവും, ഈ മാളുകളിലും അതുപോലെ പബ്ലിക് പാർക്കുകളിലും ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഒരു ആക്ടിവിറ്റിയിലും അങ്ങനെ എൻഗേജ്ഡ് ആവാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഭയങ്കര റഷായിട്ട് ക്യൂ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇതേപോലെയുള്ള ഉൾനാടുകളിലേക്കാണ് പോവാറ്. അപ്പോൾ ചില സമയത്തൊക്കെ ഇവിടെ വെള്ളങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ അരുവികളൊക്കെ വെള്ളം ഉണ്ടാവും. അതൊക്കെ ഡിപ്പെൻസ് ഓൺ ഈ ഇവിടെ ഉണ്ടാകുന്ന മഴകളാണ് കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് വരുന്ന വെള്ളമാണ് കേട്ടോ. ഈ നമ്മുടെ ഈ ഇപ്പോൾ കാണുന്ന വെള്ളങ്ങളൊക്കെ പമ്പ് ചെയ്ത് വരുന്ന വെള്ളമാണ്. ഇതിപ്പോൾ എപ്പോഴും ഈ ഫാം നനക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ ഇവിടെ കുറേ അരുവികളൊക്കെ ഉണ്ട്. ഇവിടെ വാദി എന്നാണ് പറയുക ഇതിന്. അറബിയിൽ വാദി എന്നാണ് പറയുക. അപ്പോൾ കുറേ വാദികളുണ്ട്. ഈ റാസൽ കൈമിയുണ്ട്, അതേപോലെ അത്ത, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഉൾനാടുകളിൽ വാദികളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ വെള്ളങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മളിപ്പോൾ ഇത്രയും ദൂരം വന്നു കഴിഞ്ഞാൽ വെള്ളം കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മഴ ദുബായിൽ ഈ കിട്ടുന്ന സീസൺ ചേഞ്ച് ടൈമിൽ കിട്ടുന്ന മഴകൾ കഴിഞ്ഞപാട് നമ്മൾ ഇതേപോലുള്ള സ്ഥലങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വാദികൾ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ചില വാദികൾ ഇപ്പം നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഒഴുകുന്ന. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ദുബായിൽ. അപ്പോൾ നമുക്ക് ഈ ദുബായിൽ നിന്ന് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നു. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് ഇവിടെ വെള്ളം ഇവിടെയല്ല ഇതേപോലുള്ള വാദികളിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ നിരാശയോടെ തിരിച്ചു മടങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് പല ആൾക്കാരും വരാൻ മടിക്കുന്നത്. പിന്നെ കുറേയൊക്കെ ഇപ്പം വ്ളോഗേഴ്സ് ഉണ്ട് ദുബായിൽ, ഒത്തിരി വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പോയിട്ട് ഇവിടുന്ന് കണ്ട് ആ ഡേറ്റ് നോക്കിയിട്ട് അടുത്ത ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. ആ വെള്ളത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ക്യാമ്പിങ്ങും ടെൻറ്റിങ്ങും എല്ലാം ഉള്ള വാദികളൊക്കെ ഉണ്ട് ഇവിടെ, ഒത്തിരി ഉണ്ട്. അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട് പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ തന്നെ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ച് തിരിച്ച് മടങ്ങുക കേട്ടോ. ഈ കാണുന്നത് ഹെറിറ്റേജ് വില്ലേജിൻ്റെ മതിൽക്കെട്ടാണ്. ഇതിൻ്റെ 2 സൈഡും ഈ പറഞ്ഞതുപോലുള്ള ഫാമുകളാണ്. ചാരുട്ടിനാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഷൂ ഒക്കെ നനഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ. ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിലിടാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.